ഹലോ ടീമേ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ അടൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, ചേട്ടനുണ്ട്, എൻ്റെ ബ്രദറുണ്ട്, എൻ്റെ അങ്കിളുണ്ട്, അതായത് എൻ്റെ അമ്മാച്ചനുണ്ട്. വണ്ടി ഓടിക്കുക കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയണ താരയുടെ വീട്ടിലേക്ക് പോണതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഫുൾ വീഡിയോ ഇടാൻ പറ്റൂല, എന്നാലും ഇടാൻ ശ്രമിക്കാം. വീട്ടിലെത്തണവരെയുള്ള ചെറിയ ചെറിയ അല്ലേ പിന്നെ വീട് എത്തിക്കാനായിട്ടുള്ള ഇടാം. നമ്മള് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 5 മണി കഴിഞ്ഞു അല്ലേ? 5 മണി കഴിഞ്ഞു. ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പോയി അതിന്റെ റീലിട്ട്. പിന്നെ ഞങ്ങള് പപ്പായും മമ്മിയും ഫ്രണ്ടിൽ പോയിട്ടുണ്ട് ഒരു ഫ്രണ്ട്സ് ആയതുകൊണ്ട് അല്ലേ. അപ്പൊ എന്താ ഇനി നമുക്കേ നിന്റെ വീട്ടിൽ എന്താണ് ഇന്ന് ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ടാ? നമ്മൾ പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്, കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയില്ലേ. പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്. അവിടെ ഒരു ഗ്രാമം തന്നെ കാത്തിരിക്കുന്നുണ്ടാവോ? കൊറേ പേര് കാത്തിരിക്കുന്നു. നമ്മൾ എത്തുമ്പോ 11:30 മണിയൊക്കെ ആവൂല രാത്രി. ആരെങ്കിലും ഉണ്ടാവും. കഴിഞ്ഞ 2 പ്രാവശ്യം പോയപ്പോഴും ഒരു ഗ്രാമം എനിക്ക് വേണ്ടി കാത്തിരിക്കണായിരുന്നു. ആദ്യം പോയത് പെണ്ണ് കാണാൻ വേണ്ടിയാ പോയത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴാ വന്നാ പിന്നീട് നമ്മുടെ കല്യാണത്തിന്റെ റിസപ്ഷന്റെ താരയുടെ വീട്ടിലെ റിസപ്ഷന്റെ തലേ ദിവസം ഞാൻ പോയായിരുന്നു. അപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഒരു ഗ്രാമം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് അധികം പേരുണ്ടാവൂല വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്നത് ആരും പറഞ്ഞിട്ടില്ല. നാളെ ബന്ധാണ് അല്ലേ? അപ്പൊ ഒരു ഫാമിലി ബന്ധം എന്ന് പറഞ്ഞൊരു വീഡിയോ നമുക്ക് ഇടാം. അപ്പൊ താരയുടെ വീട്ടിൽ പോയിട്ട് നമ്മള് വീഡിയോസ് ഒക്കെ ഇടും. എന്റെ വീട്ടിലെ വീഡിയോസ് ആണ് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടത്. അപ്പൊ ഞങ്ങൾ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തും. അടൂര് താരയുടെ മമ്മിയും പപ്പയൊക്കെ ഉണ്ടാവും. ഞങ്ങള് മമ്മിയും പപ്പയും ഇത്തിരി നേരത്തെ പോയി. അപ്പൊ അവിടെ ഉണ്ടാവും. അപ്പൊ അവര് ഒരുമിച്ച് ഫുഡ് കഴിക്കും അല്ലേ? ഇതാണ് പൊന്നൂസിന്റെ പപ്പ, വിനയ് പപ്പ. ഫേസ് കാണിക്കും പപ്പ. വണ്ടി ഓടിക്കുന്നത്. അതെ. അപ്പൊ അടുത്തത് എന്റെ മമ്മിയുടെ ബ്രദറാണ് കേട്ടോ, തങ്കു. ഡാൻസ് ഒക്കെ കളിച്ച് തകർത്ത ബ്രദറാണ്. ഞങ്ങൾ തങ്കു എന്ന് വിളിക്കും. ഒഫീഷ്യൽ നെയിം പ്രിൻസ് റെജി. അടിപൊളി. അപ്പൊ നമുക്ക് പോയാലോ? അടിപൊളി യാത്രയായിരുന്നു ഇത്. താര നോക്കിയേ, ലൈറ്റ് അടിച്ചു കൊടുക്കണവർക്ക്. താര സാരിയില് അടിപൊളിയാണ്. കാണുന്ന ആൾക്കാരെ പറയട്ടാ, ഇത് വിരിപ്പാവ് സാരിയാണ് കേട്ടാ, മന്ത്രകോടി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മ കാണിച്ചതാ. അപ്പൊ നമുക്ക് യാത്ര ചെയ്യാലോ. അപ്പൊ നമ്മൾ അടൂര് എത്തിയേട്ടാ. എന്താ ബോർഡ് കണ്ടാ? ആഹാ, ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടാ? പിന്നെ അല്ലാതെ എന്റെ സ്വന്തം നാട്ടിലോട്ട് എത്തിയില്ലേ. ഹാപ്പിയാണാ? ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ സ്വന്തം നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വൈറ്റ് പോർട്ടിക്കോയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ കേട്ടോ. നമ്മൾ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നൊരു ഫീല് എനിക്ക് ഇടയ്ക്ക് തോന്നി. ഇപ്പോൾ പെട്ടെന്ന് അയ്യോ കല്യാണം കഴിഞ്ഞ് പോയല്ലോ എന്ന് ചിന്തിച്ചു കേട്ടോ. പിന്നെന്താ, ഭയങ്കര സന്തോഷം. ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ വീട്ടിലെത്തും. എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തും കേട്ടോ. എന്ത് ഫുഡാണ് വേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും? എനിക്ക് അവിടെയുള്ള എന്താ ഫുഡ് അത് കഴിക്കാം. നമുക്ക് നീ എപ്പോഴും ഹോസ്റ്റലിൽ നിന്ന് അല്ല വീട്ടിലേക്ക് വരുന്നത്? അതെ, ഞാൻ ആദ്യമായിട്ടല്ലേ കല്യാണം കഴിഞ്ഞ എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുവാണ്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുവാണ്. അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് അല്ലേ നേരെ? അതെ, ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോ വേറൊരു വൈബ്, ജോലിക്ക് പോകുമ്പോ വേറൊരു വൈബ്. ഇപ്പോഴാണ് വൈബ്. അതെ, ഇപ്പോഴാണ് വൈബ്. ഇത് ആഗ്രഹിച്ചിരുന്നതല്ലേ? അതെ, ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പൊ ഇനി അധികം പറഞ്ഞാൽ കരയും. അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങുകയാണ്. നമ്മൾ എവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്? അടൂര് തബാദിലാണ് കേട്ടോ. നിങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? അബാദല്ല, തബാദ് ഫുഡ് കോർട്ടിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്. അയ്യോ അമ്മച്ചി സങ്കടപ്പെടല്ലേ. ഇവിടുന്നേ ഇവിടുന്ന് എല്ലാവരുടെയും വീട്ടിലൊക്കെ പോയിട്ട് വേഗം വരൂ കേട്ടോ. സങ്കടപ്പെടാതെ TV ഒക്കെ കണ്ട് പാട്ടൊക്കെ കണ്ട് പഴയ സിനിമയൊക്കെ കണ്ടിരിക്കുക. ഇനി അതോർത്തിട്ട് വിഷമിച്ചിരിക്കുകയാണോ? ഫുഡ് കഴിച്ചോ അമ്മച്ചി? കഴിച്ചോ? ആ കഴിക്ക്, രണ്ടുപേരും കൂടി കഴിക്ക്. ദോശ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, ബാലൻസ്. അമ്മച്ചി കഴിച്ചില്ലായിരുന്നോ? എന്താ കഴിക്കാൻ? എന്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നല്ലോ.
അതെ, വിഷമിച്ചിരിക്കല്ലോ കേട്ടോ. ഞങ്ങൾ ഇവിടെ എല്ലാവരുടെ വീട്ടിലൊക്കെ പോയിട്ട്, ബന്ധുക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് വേഗം വരും കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, അതുകൊണ്ടാ ഇത്രയും ദിവസം നിക്കുന്നേ. അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിൽ പോയിട്ട് ഞായറാഴ്ച ഞങ്ങള് വേഗം വരും കേട്ടോ. അതുവരെ അപ്പൊ അതുവരെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടോ. വിഷമിക്കാതെ. നസീറിന്റെ ജയന്റെ ഒക്കെ സിനിമ കാണിരുന്നു. അമ്മച്ചിയുടെ ഫേവറേറ്റ് അല്ലേ സിനിമ? പഴയ സിനിമ കാണും കേട്ടോ. രണ്ടുപേരും കഴിച്ചോ? രണ്ടുപേരും കഴിക്കെങ്കില്. ആണോ? ഞങ്ങള് കഴിക്കാൻ പോവാ അമ്മച്ചി. ശരി ശരി അമ്മച്ചി, എന്നാ ഞാൻ വീടെത്തിട്ട് വിളിക്കാട്ടോ. ഭക്ഷണം കഴിക്കണേ. ഓക്കെ എന്നാ. ഓക്കെ. വേഗം വരും വേഗം വരും. ശരി എന്നാ. എന്താ ചേട്ടാ? സെന്റി അടിക്കും. അമ്മച്ചിക്ക് നല്ല വിഷമാ രാവിലെ മുതല്. ചെറിയ കാര്യത്തിന് ഭയങ്കരമായിട്ടും ഇങ്ങനെ സങ്കടപ്പെടും. അതാണ്. അമ്മച്ചിക്ക് പഴയ സിനിമ ഇട്ട് കൊടുക്ക് ചേട്ടാ. സിനിമ ഞാൻ ഇപ്പൊ വന്നേ. ഞങ്ങളും കഴിക്കാൻ പോകുന്നേ ഉള്ളു. അടൂരെത്തി ഇപ്പൊ. ശരി ചേട്ടാ. എന്തോ? ശരി. ഓക്കെ. ഗുഡ് നൈറ്റ്. ഇപ്പൊ അവസാനം സംസാരിച്ചത് കൊച്ചേട്ടനാണ്. അമ്മച്ചി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കും. അമ്മച്ചി ഇങ്ങോട്ട് വിളിച്ചതാ. അമ്മച്ചിക്ക് ഫോണില്ലേ? ഫോണുണ്ട്. ചേട്ടന്റെ ഫോണിൽ നിന്ന് വിളിച്ചു. അമ്മച്ചിക്ക് അമ്മച്ചിക്ക് ഉപയോഗിക്കാൻ അറിയാൻ പറ്റില്ല. അപ്പൊ ചേട്ടൻ വന്നപ്പോ ഇപ്പൊ 9:30 മണിയായപ്പോഴാണ് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല നമ്മള് പോയിട്ടല്ലേ. അതെ അതെ, രാവിലെ പോലെ ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ ഞങ്ങൾ 5:30 വൈകുന്നേരം ഇറങ്ങിയതാ. അപ്പൊ 9:00 വിളിച്ചേക്കണേ. 9:00 ചേട്ടൻ വന്നത് അവിടെ. അപ്പൊ അവര് ഫുഡ് കഴിച്ചാ അവിടെ? അവര് ഫുഡ് കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. നമുക്ക് കഴിക്കാം. നിനക്കും വിഷമോ? അല്ല, അമ്മച്ചി പറഞ്ഞ വിഷമോ? വിഷമൊക്കെ മാറ്റി ഭക്ഷണം കഴിക്കാം. രാത്രിത്തെ ഫുഡ് നമ്മള് പൊറോട്ടയും അപ്പവും ചിക്കനും ബീഫൊക്കെ ഉണ്ട് മേടിച്ചത്. അപ്പോൾ പൊറോട്ട നല്ല പൊറോട്ടയെന്ന് പറഞ്ഞാൽ ഈ കടയിലാണ്. ഞാൻ അപ്പം ഉണ്ട് കഴിച്ചത്. പൊറോട്ട ഞാൻ രാത്രി അങ്ങനെ കഴിക്കാറില്ല. അടിപൊളി ഫുഡാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അടിച്ച് പതപ്പിച്ച ഒരു ചായയും കുടിച്ച്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്ക്. എന്റെ വീട്ടിലേക്കാ? അല്ല, എന്റെ വീട്ടിലേക്ക്. വിഷമമുണ്ട്. ഇപ്പൊ സമയം 11 മണി ആയിട്ടുണ്ട് കേട്ടോ. എവിടെ നോക്കിയേ? നടക്കാതെ വച്ച സമയം പറയുന്ന ആളാണ്. അല്ല, കറക്റ്റ് അല്ലേ? 11 മണി ആയിട്ടുണ്ട്. നടക്കണ വച്ചോ കണ്ട. കറക്റ്റ് 11 മണിയായി. യെസ്, 11 മണിയായി. 11 മണിയായി. കറക്റ്റ് ടൈം പറഞ്ഞേ. ഇപ്പൊ പോയാലോ നമുക്ക്? ശരി. ഹലോ, ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? ഞങ്ങളുടെ ബദാമുക്കിലെത്തി. ഞങ്ങളുടെ കടമ്പനാടിന്റെ അടുത്ത് ബദാമുക്കിലാണ് എൻ്റെ വീട്. ബദാമുക്ക് കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പിലായിട്ട്. അപ്പൊ ആ വഴി കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. കാണിച്ചേ? സന്തോഷം വരുന്നുണ്ട്. അല്ല, ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. ഞങ്ങളുടെ എന്തോ ഒരു ആശ്വാസം. അങ്ങനെ അല്ല, നമ്മുടെ സ്ഥലം കണ്ടപ്പോഴേ ഒരു സന്തോഷം. ശരിയാ, സ്വന്തം സ്ഥലം കാണുമ്പോ ആർക്കാണെങ്കിലും ഉണ്ടാവും. നീ ഗൾഫിൽ പോയിട്ട് വന്ന പോലെയല്ല സംസാരിക്കട്ടെ. ഒരാഴ്ചയായിട്ടുള്ളത്. അന്ന് പോയതല്ലേ, ഇവിടുത്തെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പോയതല്ലേ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ വരുന്നത് നമ്മളൊന്നിച്ച്. സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. സന്തോഷം കൊണ്ടിരിക്കുമ്പോ ഇരിക്കാൻ വയ്യ. ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ സന്തോഷം കാണാം. അതെ അതെ. ഞായറാഴ്ച വീട്ടിലേക്ക് വന്നോട്ടാ. എന്താ? ഞായറാഴ്ച വീട്ടിലേക്ക് വന്നു. അത് വരാം. അയ്യോ, അമ്മച്ചി അവിടെ ഒച്ചക്കാണ്. അമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോഴെങ്കിലും എത്തുവാ? ഇപ്പൊ നമ്മുടെ കരയോഗം ജംഗ്ഷനായി. അടുത്ത ബദാമുക്ക്. അത് അടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടെത്തും. വീടെത്തിയിട്ട് കാണിക്കാം അല്ലേ? അതെ. ടാറ്റാ.
ടീമേ ഞങ്ങള് വീട്ടിലെത്തി. ശരിയാണ്, ഒരു ഗ്രാമം മുഴുവൻ കാത്തേക്കുന്ന കറക്റ്റ് ആണ്. ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ 11:20 അപ്പൊ എന്താ പരിപാടി? ഇനി പപ്പയും മമ്മി പപ്പയും മമ്മി അവിടെ ബ്ലോക്കിൽ കിടക്കണ. അപ്പൊ ഡാൻസ് കളിച്ച സാമിന്റെ അനിയൻ. ആ ഷാമിന്റെ അനിയൻ ആരാ ഡാൻസ് കളിച്ച കല്യാണത്തിന്? അടിപൊളി ഡാൻസ് ആയിരുന്നട്ടാ. അയ്യോ പൊന്നൂസ് ഇവിടെ ഇരിക്കണ. പൊന്നൂസിന് ഫാൻസ് ഉള്ളതാ നമുക്ക്. പൊന്നൂസ് ഉറക്കത്തിലായിരുന്നട്ടെ, ഇത്ര നേരം ഉറങ്ങണായിരുന്നു. ഇപ്പൊ എണീറ്റുള്ളൂ. അങ്ങോട്ട് നോക്കൂ താരം, എന്താ പറയാനുള്ള? എനിക്ക് ഭയങ്കര സന്തോഷം എല്ലാരെയും കണ്ടപ്പോ. അവർക്കും നല്ല സന്തോഷമുണ്ട്. താരയുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് സംസാരിക്കണേട്ടാ. വല്യമ്മച്ചി എന്ത് ഇതാ വല്യമ്മച്ചി? അടിപൊളി വല്യമ്മച്ചല്ലേ നമ്മുടെ? അതെ വല്യമ്മച്ചിക്ക് ഭയങ്കര നാണം. നോക്കിയേ നാണം നോക്കിയേ. ചട്ടയും മുണ്ടും ചട്ടയും മുണ്ടും ചട്ടയും മുണ്ടും ചട്ടയും മുണ്ടും ഇട്ട് നടക്കുന്ന അമ്മാമ്മേ, അമ്മാമ്മയെ കാണാൻ നല്ല സുന്ദരിയാ. ചട്ടയും മുണ്ടും ഇട്ട് നടക്കുന്ന അമ്മാമ്മേ, അമ്മാമ്മയെ കാണാൻ നല്ല സുന്ദരിയാ. ചട്ടയും മുണ്ടും ചട്ടയും മുണ്ടും ചട്ടയും മുണ്ടും ഇട്ട് നടക്കുന്ന അമ്മാമ്മേ, അമ്മാമ്മയെ കാണാൻ നല്ല സുന്ദരിയാ. നല്ല സുന്ദരി അമ്മാമ്മ അല്ലേ? അപ്പൊ അടിപൊളി. അപ്പൊ പപ്പയും മമ്മിയും വന്നിട്ട് വീട്ടിലേക്ക് കയറും. പപ്പയും മമ്മിയും വന്നിട്ടുണ്ട്. എവിടെ പപ്പയും മമ്മി? നമ്മ വന്നത് കഴിഞ്ഞിട്ടാ പറയണോ? അപ്പൊ മോനെ കൈ പിടിച്ച് കേട്ട് ഞാൻ ഷൂ ഇട്ടാ ചെരുപ്പ് അകത്തിടാറില്ലേ? വാ താരോ. എന്താണ് ഉദ്ഘാടനോ? അവരെ കാണിച്ചേ. എല്ലാരും നിക്കുന്നത് ഞാൻ വന്നതിന്റെ സന്തോഷമാണ്. നാളെ ഈറ്റിംഗ് ചാലഞ്ച് ഉണ്ടട്ടാ, എല്ലാരും മഞ്ഞം പങ്കെടുക്കണം. വാ നാളെ കാണാം. താര വാ എന്റെ വീട്ടിലേക്ക് വാ. നീ മണവാട്ടിനെ പോലെ ഇവിടെ എന്തെങ്കിലും ചായ ഇട്ടുണ്ടോ പോയിട്ട്? ഞാൻ ഇന്നും കൂടി മണവാട്ടിയാണ്. അപ്പൊ ചെക്കന്റെ വീട്ടിൽ നിന്ന് മധുരം കൊണ്ടുവന്നിട്ടാ. ആദ്യം പൊന്നൂസ് താങ്ക് യു അവിടെ പറ. താങ്ക് യു. എല്ലാരും പോയോ? എല്ലാരും പോയാ? കുഞ്ഞുമാമയ്ക്ക് കൊടുക്കും. നിങ്ങൾക്ക് കോളേജും സ്കൂളൊക്കെ തുടങ്ങാനല്ല, അത്രയും പിള്ളേരുണ്ടല്ലോ. ആയിരിക്കണ വല്യമ്മച്ചി കൊടുക്കാം. മിഠായി മധുരം, ചെക്കൻ്റെ വീട്ടിൽ നിന്ന് മധുരം. ചായ എളുപ്പിക്കണ മധുരം. ആരൊക്കെ വേണ്ടേ? ഞാനുള്ള ഇല്ലേ? മധുരം കൈ ഒഴിവില്ല, അതുകൊണ്ട് ഇപ്പൊ കൊടുക്കുന്നില്ല. പോകറ്റിട്ടോ. മതിയല്ല? ഉമ്മോടുത്തെ ഉമ്മോടുത്തെ ഉമ്മോടുക്ക് ഉമ്മോടുക്ക് ഉമ്മോടുക്ക്. പൊന്നു കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കും. എത്ര മിഠായിയാണ് പൊന്നൂസിന്? ഏടാ നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?
പൊളിയായിരുന്നു. നാളെ നമുക്ക് അടിച്ചു കൊടുക്കാം രാവിലെ. എന്തോ മധുരം കുറച്ച് മതി. എന്തുവാ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നത്? നാളെന്താ പരിപാടി? നാളെ എന്താ എന്തെങ്കിലും പരിപാടി ചെയ്യാം. രാത്രി ചായ ഉണ്ടല്ലോ 12 മണിക്ക് ചായ കുടിക്കാം. കട്ടൻ ചായ. കട്ടൻ ചായ. അയ്യോ അത് ഇങ്ങോട്ടാ എന്താ കുറച്ചുള്ളത് എനിക്ക് തോന്നി. മധുരം നോക്കിയോ? അത് മധുരം കുറവായിരിക്കും. മധുരം ഉണ്ട്, നല്ല മധുരം. ഉണ്ടോ? ചൂട് കുറവാണോ? ചൂട് കുറവാ, കുഴപ്പമില്ല. അല്ല ഞാൻ ചോദിക്കണം, നിങ്ങൾ രാത്രി 12 മണിക്ക് ചായ കുടിക്കുമോ? ഇല്ല, ഇപ്പൊ നമ്മളിപ്പോ ക്ഷീണിച്ച് വന്നതല്ലേ, ആ അപ്പൊ ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടി ഒരു കട്ടൻ ചായ കുടിക്കാന്ന് വിചാരിച്ചു. കൊള്ളാം. സ്ട്രോങ് ആവാൻ വേണ്ടി ഞാൻ പ്രത്യേകം തോന്നണ്ടോ ചായക്കാ? അല്ല ഇവിടെ വന്നിട്ട് എനിക്ക് പ്രത്യേകം തോന്നില്ല. ഞാനിങ്ങനെ ഓരോ ജില്ലകളിലൊക്കെ ഓരോ പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട്. ചില സ്ഥലത്ത് ഹോട്ടലില്ലാത്ത സ്ഥലമൊക്കെ ഉണ്ട്, അതുപോലെ വീടുകളിലൊക്കെ താമസിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. വിഷമമുണ്ടോ? എന്ത് വിഷമം? ബച്ചി കാണാത്ത. ഞാൻ മിക്കപ്പോഴും വീട്ടിൽ ഉണ്ടാകാറില്ല. നാളെ എല്ലാവർക്കും ആർക്കും ക്ലാസ് ഒന്നും ഇല്ല. ക്ലാസ്സില്ല, ഇല്ല. കപ്പുണ്ട് എൻ്റെ കയ്യിൽ. നാളെ സമരമാണല്ലേ? എന്തോ സമരമാണ് നാളെ. എന്ത് സമരം? പണിമുടക്കാണ്. ആ പണിമുടക്കായ അപ്പൊ എല്ലാരും ഉണ്ടാവും. ബന്ദ് ബന്ദ് ബന്ധാണ്. ബന്ധാണെങ്കിൽ നമുക്ക് പന്ത് കളിക്കാം അതെ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ചെയ്യാലോ. ബാക്കി നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ താരയുടെ വീട് എത്തിയിട്ടുണ്ട്. ഇപ്പം എത്തിയിട്ട് രാത്രിയായിരുന്നു ഉറങ്ങിയിട്ട്. ഇന്ന് രാവിലെ ഓരോ ദിവസവും ഓരോ വിശേഷങ്ങളായിട്ട് വരും. തീർച്ചയായിട്ടും എൻ്റെ വീട് കണ്ടു കണ്ടും അടുത്ത ആൾക്കാർ ഇനി കുറച്ച് ദിവസം താരയുടെ വീട് കാണും അല്ലേ? എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.